الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി, വിശ്വാസിനികളായി ജീവിതം നയിക്കണം എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം, വിധി നിർണയത്തിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സുപ്രധാന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ലാ യജിദു അബ്ദുൻ ഹലാവത്തൽ ഈമാൻ ഹത്താ യഅലമ അൻമാ അസാബഹു അന്നമാ അസാബഹു ലം യകുൻ ലിയുഖ്തിഅഹു. വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു വാക്ക് നമ്മൾ മനസ്സിലാക്കി. വിശ്വാസത്തിന്റെ മാധുര്യം ഒരാൾ അനുഭവിക്കുകയില്ല. എങ്ങനെയല്ലാതെ നമുക്ക് ബാധിച്ചിട്ടുള്ള എന്തെങ്കിലും വിപത്തുകൾ അത് നമ്മളിൽ നിന്ന് തെന്നിമാറിപ്പോകുന്ന ഒന്നായിരുന്നില്ല എന്നും, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അത് നമ്മളിൽ നിന്ന് എടുത്തു കളയാനും വേറൊരാൾക്കും കഴിയില്ല എന്ന വിശ്വാസം, അതായത് അതാണ് വിധിയിലുള്ള വിശ്വാസത്തിന്റെ മർമ്മപ്രധാനമായ ഒരു ഭാഗം. അത് ശരിയാവണ്ണം വിശ്വസിച്ച് എന്ന് പറഞ്ഞാൽ വിധി വിശ്വാസം ശരിയാകുന്നത് വരെ ഒരാളുടെ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ അവർക്ക് കഴിയില്ല, ഒരടിമക്കും കഴിയില്ല എന്ന്. എങ്ങനെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തി തരുന്ന വിധിവിശ്വാസത്തെ മനസ്സിലാക്കേണ്ടത് എന്നും നമ്മൾ പഠിച്ചു. അള്ളാഹുവിൻ്റെ അറിവിനെ സംബന്ധിച്ച് നമ്മുടെ അറിവും അള്ളാഹുവിൻ്റെ അറിവും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു. അങ്ങനെ അത് അള്ളാഹു അവിടെ രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതും നമ്മുടെ വിശ്വാസത്തിന്റെ, വിധിവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വരണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യം, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്, ഖൽഖ്, ഇതേ സംബന്ധിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും. അതുപോലെ തന്നെ വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യർക്കിടയിൽ വിവിധ രൂപത്തിലുള്ള ആളുകളുണ്ട്. അതിനെ പാടെ നിരാകരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അങ്ങനെ ഒന്ന് ഇല്ല എന്നുള്ള നിലയിൽ അതിനെ അവഗണിച്ച്, രണ്ടാമത്തേത്
എല്ലാം അള്ളാഹുവിന്റെ വിധിയാണ് എന്നുള്ള നിലയിൽ ജീവിതത്തിൽ മറ്റൊന്നും ചെയ്യാൻ ശ്രമിക്കാതെ നിൽക്കുന്ന ആളുകൾ, എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം പരിചയപ്പെടുത്തി തരുന്നത് ഇതിന് രണ്ടിനും ഇടയിലാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കേണ്ടുന്ന അതിന്റെ മർമ്മപ്രധാനമായ മറ്റൊരു ഭാഗം, ഈ വിധിവിശ്വാസം അത് ശരിയാം വണ്ണം നമ്മൾ മനസ്സിലാക്കി വിധിവിശ്വാസത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ, ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണം. നമ്മൾ അങ്ങനെ ധാരാളം ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. അതിനെ സംബന്ധിച്ചുകൂടെ ഇതിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിധിവിശ്വാസത്തിന്റെ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മിൻ സമറാത്തിൽ ഈമാനി ബിൽ ഖദർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അന്നഹു ത്വരീഖുൽ ഖലാസി മിനശ് ശിർക്ക്. ഷിർക്കിൽ നിന്ന് ആ വ്യക്തിക്ക് ശരിയാവണ്ണം വിമുക്തനാകാൻ സാധിക്കുന്നു. അപ്പൊ വിശ്വാസ കാര്യങ്ങളൊക്കെ പരസ്പരം ബന്ധപ്പെട്ടതാണ്. വിശ്വാസ കാര്യങ്ങളിൽ ഒന്നാമത്തേതായി നമ്മൾ എണ്ണിപ്പടിച്ചിട്ടുണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസമാണ് എന്ന്. അപ്പോ നമ്മൾ ശരിയാവണ്ണം വിധിവിശ്വാസത്തെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അത് അവനെ ഷിർക്കിൽ നിന്ന് വിമുക്തനാക്കുന്നു എന്നതാണ് ഒന്നാമത്തെ ഗുണം. അത് എങ്ങനെയാണ്? നമ്മൾ വിധിവിശ്വാസത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് വല്ല നന്മയും ആ നന്മ നൽകുന്നവൻ, അതുപോലെ തന്നെ തിന്മ തടയുന്നവൻ ഇതല്ലാഹുവാണ്. അതാണ് വിധിവിശ്വാസത്തിന്റെ കാതലായ ഒരു ഭാഗം എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇതെങ്ങനെയാണ് ഷിർക്കിൽ നിന്ന് തടയുന്നത് എന്നതാണ്. പലപ്പോഴും നമുക്ക് വല്ല നന്മയും അല്ലെങ്കിൽ തിന്മയൊക്കെ തടയാൻ, നൽകാനും തിന്മ തടയാനുമൊക്കെ മറ്റുള്ള ഏതെങ്കിലും ആളുകൾക്കാകാം, വ്യക്തികൾക്കാകാം, വസ്തുക്കൾക്കാകാം, ഇതിനൊക്കെ കഴിയും എന്ന് ചില ആളെങ്കിലും ചിന്തിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും സംഗതിയില്ല. ഒരാൾക്കും നമുക്ക് വല്ല നന്മയും നൽകാൻ കഴിയോ? അങ്ങനെ കഴിയില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും വസ്തുവിലോ മറ്റോ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് തിന്മ ചെയ്യാൻ സാധിക്കോ? അങ്ങനെയും സാധിക്കില്ല. അത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആ ഒരു വിശ്വാസം നമ്മളിൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി എല്ലാ നമസ്കാരത്തിന് ശേഷം അല്ലെ നമ്മൾ അസ്തഗ്ഫിറുല്ലാ 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 എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്. അതൊരു ദുആ അല്ല, പ്രാർത്ഥന അല്ല. നമ്മൾ എന്തെങ്കിലും അള്ളാഹിനോട് ചോദിക്കുന്നതല്ലോ അല്ലെ. അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ സാധാരണ പറയാറുള്ളത്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ് ഫമിൻകൽ ജദ് എന്ന് പറയും. ഇത് അള്ളാഹുവിനോട് എന്തെങ്കിലും നമ്മൾ തേടുന്നതല്ല, അള്ളാഹുവിനോട് വല്ലതും നമ്മൾ ചോദിക്കുന്നതല്ല. മറിച്ച് ഈ ഒരു വിശ്വാസത്തെ ദൃഢീകരിക്കാൻ വേണ്ടി, സുദൃഢമാകാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. എന്താണ് അതിലൂടെ നമ്മൾ പറയുന്നത്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. അല്ലാഹുവേ, നീ വല്ലതും നൽകിയിട്ടുണ്ടെങ്കിൽ അത് തടയാൻ ഒരാൾക്കും കഴിയില്ല. അപ്പൊ അങ്ങനെ വെറുതെ ഒരു 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 മുമ്പേ ഇങ്ങനെ ചൊല്ലിപ്പോകുന്നത് എന്നൊരു വാചകം എന്നുള്ള നിലക്ക് അസ്തഗ്ഫിറുല്ലാ അങ്ങനെയാണ് ചെല്ലല് അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി വരുന്ന ഒരു സാധനമാണ് അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ. അങ്ങനെ വരേണ്ടുന്ന ഒന്നല്ല, മനസ്സറിഞ്ഞ് പറയേണ്ടുന്ന ഒന്നാണ്. അതിനുശേഷം അതിലേറെ ശ്രദ്ധിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ഒരു വാചകമാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. നീ നൽകിയ ഒരു സാധനം ഒരാൾക്കും തടയാൻ കഴിയും. അപ്പൊ പിന്നെ ബേജാറിന്റെ ഒന്നും ആവശ്യമില്ല, ബേജാറൊന്നുമില്ല. അള്ളാഹ് നൽകിയിട്ടില്ല, അതുകൊണ്ടാണത് എന്ന് വിചാരിച്ചാൽ മതി. ഇനി അള്ളാഹ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലോ അത് തടയാനും ഒരാൾക്കും കഴിയില്ല. അതുപോലെ തന്നെ വലാ മുഅ്തിയ ലിമാ മനഅത. നീ അള്ളാഹ് തടഞ്ഞ ഒരു സംഗതി ഉണ്ട് എന്ന് വിചാരിക്കുക, എന്ത് നമ്മൾ തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല, അത് കിട്ടൂല. അതാണ് പറഞ്ഞത് വലാ യൻഫഉ ദൽ ജദ് മിൻകൽ ജദ്.
ഇങ്ങനെ തരും നൽകും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്, പല സിദ്ധിയുള്ള ആളുകൾ. അവരുടെ ഒരു സംഗതി നിനക്കൊരു ഉപകാരപ്പെടില്ല എന്നാണ്. അങ്ങനെ കഴിവുണ്ട് എന്ന് പറയുന്ന ഐശ്വര്യമുള്ളവന്റെ ഒരു ഐശ്വര്യവും നിനക്ക് ഉപകാരപ്പെടൂല, എനിക്ക് ഉപകാരപ്പെടൂല എന്ന് നമ്മളെ കൊണ്ട് അല്ലാഹു പറയാം. ഇത് വെറുതെ പറയിപ്പിച്ചതല്ല, വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ, അല്ലാഹു ഒരു ദുർറ്, ഒരു പ്രയാസം അത് പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വരണം എന്ന് രണ്ടും ആ ഭാഗം രണ്ടും വ്യക്തമായിട്ട് വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വഇൻ യുരിദ്ക ബിഖൈറിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി. അല്ലാഹു നമുക്ക് വല്ല തിന്മയും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ രേഖപ്പെടുത്തി നമ്മളതൊക്കെ ക്ലിയറായി മനസ്സിലാക്കി വന്നവരാണ്, അതുകൊണ്ട് നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ടത്. അങ്ങനെ വല്ലതും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഫലാ കാശിഫ ലഹു എന്നാണ്, അവനല്ലാതെ അത് നീക്കിക്കളയില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവട്ടോ, നമ്മളതിൽ രേഖപ്പെടുത്തി വെച്ച ചില സംഗതികൾ അല്ലാഹു നീക്കിത്തരും. ലാ യറുദ്ദുൽ ഖലാ ഇല്ല ദുആ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഖലാ അല്ലാഹു റദ്ദ് ചെയ്യൂല. മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഈ പറഞ്ഞതല്ല മലയാളത്തിൽ ഉപയോഗിക്കാം. ലാ യറുദ്ദു, റദ്ദ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ പറയാറ്. ലാ യറുദ്ദുൽ ഖലാ, ഖലാ അല്ലാഹു റദ്ദ് ചെയ്യുകയില്ല ഇല്ല ദുആ, ദുആ കൊണ്ടല്ലാതെ. അപ്പൊ അതും അല്ലാഹു അവിടെ അങ്ങനെ തന്നെ രേഖപ്പെടുത്തി. ഇങ്ങനെ നമ്മളിൽ ഒരു ഖലാ ഉണ്ടാണെന്ന് രേഖപ്പെടുത്തി വെച്ചു, എന്നാൽ അതിനെ നമ്മൾ പ്രതിരോധിക്കാൻ, അതിൽ നിന്ന് നമുക്ക് നീങ്ങിക്കിട്ടാൻ വേണ്ടി നമ്മൾ ദുആ ഇരുന്നാൽ അല്ലാഹു നീക്കിത്തരാം. അതാണ് ഖുർആനും അങ്ങനെ തന്നെ പഠിച്ചു. വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു, അവനല്ലാതെ അത് നീക്കി തരുന്നവന് വേറെ ആരും നീക്കി തരില്ല. വേറെ എവിടെ പോയിട്ടും കാര്യമില്ല, വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത് നീക്കിത്തരാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്താൻ. അതുപോലെ തന്നെ വഇൻ യുരിദിക ബിഖൈരിൻ, വല്ല ഖൈറും അല്ലാഹു നമുക്ക് ഉദ്ദേശിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഫലാ റാദ്ദ ലിഫദ്ലിഹി, അവന്റെ ആ ഫളിൽ, അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ള ആ ഫളിൽ വേറെ ആർക്കെങ്കിലും അത് നമ്മളിൽ നിന്ന് തട്ടിമാറ്റാൻ പറ്റുമോ? അതും കഴിയില്ല. പിന്നെ നമ്മൾ അങ്ങനാണ്ട് പറയാം, മറ്റോ പാര വെച്ചിട്ട് അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ ഉള്ളതാണ്. ആളുകൾ ശ്രമിച്ചു നോക്കും, അതൊക്കെ ശരിയാണ്. എന്നാൽ അല്ലാഹ് നമുക്ക് തീരുമാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കിട്ടും, തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അത് കിട്ടുകയില്ല എന്നാണ്. ഇത് നമ്മളെ തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കൂടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് സമറാത്തുൽ ഈമാൻ ബിൽ ഖദർ, ഖദറിലുള്ള വിശ്വാസത്തിന്റെ ആ സമറത്ത്, അതിന്റെ ഫലം, അതിന്റെ ഫലം കിട്ടണമല്ലോ. നമ്മളൊരു കൃഷി ചെയ്താൽ അതിന് ഫലം കിട്ടണം. ഒരു ഫലവും ഇല്ലെങ്കിൽ ആ കൃഷി ചെയ്യൂലല്ലോ. അപ്പോ നമ്മൾക്ക് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിന് ഫലം ഉണ്ടാകണം. വിശ്വാസത്തിന് ഫലം ഉണ്ടായാൽ എപ്പോഴാണ്? ആ വിശ്വാസം വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്. അങ്ങനെ ഒരു 6 വിശ്വാസ കാര്യങ്ങളിൽ ഒന്നാ അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ള നിലക്ക് വിശ്വസിച്ചാൽ ഉണ്ടാവില്ല. മറിച്ച് എങ്ങനെയാണോ നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞത്, അതാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ അതിന്റെ ആ ഭാഗങ്ങളൊക്കെ വിശദീകരിച്ചു. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും. ആ ഫലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അത് അവനെ ശിർക്കിൽ നിന്ന് തടയുന്നു എന്നുള്ളത്. ഇനി അസ്അദുന്നാസി ഫീ ഹാദിഹിൽ ഹയാത്ത്, ഈ ലോക ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യമുള്ള വ്യക്തി അവനായിട്ട് മാറും. നമുക്ക് നിരാശ വരുന്നത്, സങ്കടം വരുന്നത്, പേടി വരുന്നതിനൊക്കെ ഓരോ കാരണങ്ങൾ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. അത് നമുക്ക് കിട്ടിയില്ലല്ലോ, മറ്റവർക്ക് അത് കിട്ടിയല്ലോ, അതുപോലെ തന്നെ മറ്റേത് കിട്ടുമോ, ബേജാർ. അങ്ങനെ ബേജാറും വിഷമവും ഇതൊക്കെ ആളുകളുടെ ജീവിതത്തിൽ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ട് അങ്ങനെയുള്ളൊരു ജീവിതം. എന്നാൽ ഇങ്ങനെ ഈ ഒരു വിധി വിശ്വാസത്തിൽ ശരിയാവണ്ണം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അസ്അദുന്നാസി ഫീ ഹാദിഹിൽ ഹയാത്ത് എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും സൗഭാഗ്യമുള്ള, സന്തോഷമുള്ള വ്യക്തി അവനായിരിക്കും എന്നാണ്. വിശ്വാസികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലദീന ആമനു, അല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ വിധി വിശ്വാസം അടക്കമുള്ള എല്ലാ വിശ്വാസ കാര്യങ്ങളിലും വിശ്വസിച്ചിട്ടുള്ള ആളുകൾ, ഈമാൻ കാര്യങ്ങളായി പരിചയപ്പെടുത്തിയിട്ടുള്ളതിലെല്ലാം, അത് ആദ്യത്തെ അള്ളാഹുവിലുള്ള വിശ്വാസം തൊട്ട് അവസാനമായി പരിചയപ്പെടുത്തി, ഇതില് ആദ്യത്തത് മറ്റേതിന് ഗ്രേഡ് കുറവ് എന്നുള്ള അർത്ഥത്തിലല്ല, എണ്ണുമ്പോ എല്ലാം കൂടി ഒപ്പെണ്ണാൻ പറ്റൂലല്ലോ. എല്ലാം ഒരുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികളാണ്. അങ്ങനെ അല്ലദീന ആമനു, വിശ്വസിച്ചിട്ടുള്ള ആളുകൾ,
അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ആ വിശ്വാസത്തിൽ പിന്നെ ദുൽമുണ്ടാകാൻ പാടില്ല. വിശ്വാസത്തിലെ ദുൽമ് എന്ന് പറയുന്നത് എന്നാലും ഉണ്ടാവും, അങ്ങനെ ഒരു തോന്നലുണ്ടാവില്ല. ഇതൊക്കെ ഇങ്ങനെ കുറേ സംഗതികൾ പരലോകത്ത് ചെന്നാൽ കിട്ടും, അല്ലെങ്കിൽ പരലോകം അള്ളാഹ്ക്കറിയാം, അവിടെ ചെന്നാൽ കാണാന്നാണ്. അത് വിശ്വാസത്തിലുള്ള ഒരു ദുൽമ. ഇത് നമുക്ക് തന്നെ ഉറപ്പില്ല, അവിടെ ചെന്നാൽ കാണാന്നുള്ള കോലത്തിലാണ് നമ്മളുള്ളത്. അങ്ങനെ ആകാൻ പാടില്ല വിശ്വാസം. വിശ്വാസം സുദൃഢമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ, വ്യക്തമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ അതുപോലെയുള്ള ദുൽമുകൾ, ഒരുപാട് ദുൽമുകൾ വിശ്വാസത്തിലുണ്ട്. ആ ദുൽമുകളൊന്നും ഇല്ലാതെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വം ഉണ്ടാകുക. അപ്പൊ നമുക്ക് നിർഭയത്വം വരുന്ന ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് നിർഭയത്വം വരുന്നില്ല എന്ന് വിചാരിക്കുക. നിർഭയത്വം നമുക്ക് വരുന്നില്ലെങ്കിൽ ബേജാറും പേടിയൊക്കെ ഇടക്കിടക്ക് വന്ന് എന്നൊക്കെ വരും. എന്നാലും അതെന്നെ കാലാകാലവും അങ്ങനെ തന്നെ ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക, അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. അപ്പോ അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ദുൽമ് കലർത്താതെയാണ് അവർ വിശ്വസിക്കുന്നതെങ്കിൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്. മാത്രമല്ല വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം സിദ്ധിച്ചിട്ടുള്ള ആളുകൾ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നമ്മളിങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അതിലേക്കൊക്കെ അവർ ചെന്നെത്തുന്നത് ഈ വിശ്വാസ കാര്യങ്ങൾ ശരിയാവണ്ണം മനസ്സിലാക്കി വിശ്വസിക്കുമ്പോഴാകുന്നു എന്നാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതത്തിൽ യാതൊരു പ്രയാസം ഉണ്ടാവും, അസ്അദുന്നാസായിരിക്കും, ഏറെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആളുകളായിരിക്കും അവർ എന്ന് വിശ്വാസികളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി. അപ്പൊ അതാണ് രണ്ട് പഠിക്കുമ്പോൾ ഒന്നാമത്തെ മറന്നു പോകാൻ പാടില്ല. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ശിർക്കിനെ തടയുന്നത്. രണ്ടാമത്തത്, ഏറ്റവും നല്ല അസ്അദുന്നാസ്, ജനങ്ങളിൽ സന്തോഷമുള്ള ആളുകളായിരിക്കും എന്ന് പരിചയപ്പെടുത്തിയത്. മൂന്നാമത്, അവരുടെ ജീവിതത്തിൽ ആശങ്കല്ല, ഈ പറഞ്ഞതായിട്ട് ബന്ധമുള്ളത് തന്നെയാണ്. സന്തോഷം മാത്രം ഉണ്ടായി, സന്തോഷം ഒരു ഭാഗത്തുണ്ട്, മറ്റേ ഭാഗത്ത് പേടി ഉണ്ടായിട്ട് കാര്യമില്ല. ആശങ്കകളൊന്നുമില്ല അവർക്ക്, പേടികളില്ല അവർക്ക്. ആ രൂപത്തിൽ അവരുടെ ജീവിതമായിട്ട് മാറും എന്ന് പരിചയപ്പെടുത്തിയതിനാണ്. നമ്മോട് പറയാം, കുൽ പറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ പറ്റൂല, മനസ്സിലാക്കിയതിന് ശേഷം പറയുകയാണ്. നിങ്ങളത് പറയണം. എന്താണ്? ലൻ യുസീബനാ മാ കതബല്ലാഹു ലനാ, അല്ലാഹ് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങളെ ബാധിക്കൂല. അങ്ങനെ പറയും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയും, നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയാം. അപ്പൊ അള്ളാഹു രേഖപ്പെടുത്തിയത് നമ്മൾ ബാധിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ബേജാറൊന്നുമില്ല, ആശങ്കയൊന്നുമില്ല. കാരണം എന്താ? ഹുവ മൗലാന, അവൻ നമ്മുടെ ശത്രു രേഖപ്പെടുത്തിയതാണ് നമുക്ക് വന്നതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ശത്രു കുഴിച്ചിട്ട ഒരു കുഴിയിലാണ് നമ്മൾ വീണതെങ്കിൽ നമുക്കതിൽ ആശങ്ക ഉണ്ട്. എന്നാൽ ഹുവ മൗലാന, അവൻ നമ്മുടെ മൗലയാണ്, നമ്മുടെ സംരക്ഷകനാണ്. അവൻ നമ്മുടെ സംരക്ഷകനാണ്, നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളവനാണ്. അങ്ങനെ സംരക്ഷണം ഏറ്റെടുത്ത ഒരാൾ രേഖപ്പെടുത്തിയത്, തീരുമാനിച്ചത് നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ള ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനുകളെ, വിളിയവിടെയാണ്, മുഅ്മിനുകളെ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൽ പരമേൽപ്പിക്കുക. അപ്പൊ പേടിക്കാനൊന്നുമില്ല, ഒരാശങ്കയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. കാരണം അള്ളാഹു രേഖപ്പെടുത്തിയതാണ് വന്നിട്ടുള്ളത്. അപ്പൊ അള്ളാഹു രേഖപ്പെടുത്തിയതാണെങ്കിൽ അതിൽ നമുക്ക് ഹൈറേ ഉണ്ടാവുള്ളൂ. ചില സംഗതി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണം എന്നുള്ള നിലക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അതിന് കിണഞ്ഞ് നമ്മൾ പരിശ്രമിച്ചത് എന്തു ആകാം, പക്ഷെ നമുക്ക് കിട്ടിയില്ല. നമ്മൾ ഈ പറഞ്ഞ ബോധ്യം ശരിയാവണില്ലെങ്കിൽ കുറെ നിരാശയൊക്കെ ഉണ്ടാവും. പക്ഷെ പിന്നീട് നമുക്ക് തോന്നും, കുറെ കാലം കഴിഞ്ഞ് പടച്ചോനെ അത് കിട്ടാത്തത് നന്നായി. അപ്പൊ അതുകൊണ്ടാണ് നമ്മളവിടെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾക്കൊരു സംഗതി കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ബേജാറാകണ്ട. ഇനി അതിന്റെ മറുഭാഗമൊക്കെ അവിടെ വിശദീകരിച്ചു തരുന്നത് നമുക്ക് പറയാം. ഏതായിരുന്നാലും ഈ ഒരു വിശ്വാസം സുദൃഢമാകുമ്പോൾ ഒരു ആശങ്കക്കും വിശ്വാസി എന്നുള്ള നിലക്ക് അവന് അവകാശമില്ല, പഴുതില്ല എന്നാണ്. ഒന്നുകൂടെ ആയത്ത് മനസ്സിലാക്കി വെക്കുക. കുൽ പറയും. അങ്ങനെ കുൽ എന്ന് പറയുമ്പോൾ ആരോടെങ്കിലും പറയാനോ ആരെങ്കിലും പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാനോ ഒന്നുമല്ല, അതോടൊപ്പം നമ്മളോട് അത് പറയാനും കൂടിയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നിട്ട് നമുക്ക് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താണ് പറയേണ്ടത്? കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു അവിടെ രേഖപ്പെടുത്തി വെച്ചതല്ലാത്തത് ഞങ്ങൾക്കൊന്നും ബാധിച്ചിട്ടില്ല എന്ന് പറയണം.
യുദ്ധരംഗത്ത് വലിയ തോൽവി ഉണ്ടായി വിശ്വാസികൾക്ക്. അവിശ്വാസികളായ ആളുകൾ അതിന്റെ പേരിൽ അവരെ കുതിര കയറാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. അപ്പോഴാണിത് പറയുന്നത്. പറഞ്ഞു കൊടുക്കുക, നമുക്കതിന്റെ കാര്യത്തിൽ ബേജാറൊന്നുമില്ല. കുറെ ആളുകൾ മരിച്ചുപോയി എന്നതിന്റെ പേരിലോ വല്ല വിപത്ത് വന്നു ഇതിന് ഞങ്ങൾക്ക് ബേജാറൊന്നുമില്ല. കാരണം എന്താ? കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അതങ്ങനെ വരണം എന്ന് അല്ലാഹ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ പിന്നീട് നമുക്ക് അതിന്റെ ഗുണങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ബേജാറാകേണ്ടതില്ല എന്നാണ്. അത് വിശ്വാസികളോട് പറയാൻ, വിശ്വാസി സമൂഹത്തോട് പറയാൻ ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഹുവ മൗലാന, അതാണ് അതിന് കാരണം. വെറുതെ വായിച്ചു പോയാൽ പറ്റൂല. ഹുവ മൗലാന, അവൻ നമ്മളുടെ സംരക്ഷകനാണ്. അപ്പൊ സംരക്ഷകനായ ഒരാളിൽ നിന്ന് നമുക്ക് ആ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ചിലത് നമ്മൾ ഇഷ്ടപ്പെടാത്തതായിരിക്കും വരിക. അങ്ങനെ വരും അല്ലേ? നമ്മളൊരു അസുഖത്തിന് വേണ്ടിയിട്ട് നമ്മളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ രൂപത്തിലുള്ളതല്ലാണല്ലോ തരിക, അല്ലല്ലോ തരിക. ബുദ്ധിമുട്ടുള്ളതുണ്ടാവും. ഒക്കെ നമ്മുടെ കാര്യത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ അതിലേറെ നമ്മുടെ നന്മ തിന്മകളെ സംബന്ധിച്ച്, ഗുണദോഷങ്ങളെ സംബന്ധിച്ച് അറിയുന്ന പടച്ച റബ്ബ് അങ്ങനെ വല്ലതും നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഹുവ മൗലാന, അവൻ നമ്മുടെ മൗലയാണ്, സംരക്ഷകനാണ്. അതുകൊണ്ട് തന്നെ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ടാണ് എങ്ങനെ ആയാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ ആ ഹദീസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഹദീസ് അങ്ങനെ മനസ്സിലായതോ കേട്ടോ പോകേണ്ടുന്നതല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു വെക്കേണ്ടുന്ന ഒരു ഹദീസാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഗതി പറഞ്ഞു പോകല്ല ചെയ്തത്. അതിനെ ശരിയാവണ്ണം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പദപ്രയോഗങ്ങളാണ് അവിടെ. അജബൻ ലി അംരിൽ മുഅ്മിൻ ആണ്, മുഅ്മിനിന്റെ കാര്യം അത്ഭുതം. അങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നു എന്താണ് അത്ഭുതം, എന്തുകൊണ്ടാണ് അത്ഭുതം എന്നുള്ളൊരു തോന്നൽ വരുള്ളൂ. ആ നിലക്കുള്ള ഒരു പദപ്രയോഗമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അംറഹു കുല്ലഹു ഖൈർ ആണ്, അവന്റെ എല്ലാ കാര്യവും ഖൈറാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ എല്ലാ കാര്യവും ഖൈറാണ് എന്നുള്ളിടത്തേക്ക് എത്തണം. ഒരു കാലൊന്നും ഇങ്ങനെ വെച്ച് കുത്തി കഴിഞ്ഞാൽ വണ്ടാറടക്കാൻ ഇതാരെവിടെ കൊടുത്തേച്ചത്, ഒക്കെ സംഭവമൊക്കെ ശരി തന്നെയാണ്. ഒരാളവിടെ കൊടുത്തേച്ചതാണ്, നമ്മുടെ അശ്രദ്ധ, അതൊക്കെ പല കാരണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യവും അവന് ഖൈറാണ്. എന്നിട്ട് എങ്ങനെയാണ്, എന്താണത്? വലൈസ ദാക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല, ഒരു സൗഭാഗ്യമല്ല. പിന്നെയോ ഇല്ലാ ദാക, ഇത് വലൈസ ദാക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, മുഅ്മിനിനല്ലാതെ ഇത് കിട്ടില്ല. അപ്പൊ മുഅ്മിനിനെ ഈ ഒരു സൗഭാഗ്യം ഉണ്ടാവുന്ന എല്ലാം ഖൈറായിട്ട് മാറുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനെ നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഇൻ അസാബത്തുഹു സറാ, ജീവിതത്തിൽ പല അവസ്ഥകൾ വരും. അതിലൊന്ന് പ്രയാസങ്ങളുള്ള, ബുദ്ധിമുട്ടുകളുള്ള അവസ്ഥയായി. ഒന്ന് ജീവിതത്തിൽ സന്തോഷകരമായ അവസ്ഥ. ഇത് രണ്ടും ഉണ്ടാവും. അങ്ങോട്ട് മാറി മാറി വരും. അതെല്ലാവർക്കും ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവും. അങ്ങനെ ഇദാ അസാബത്തുഹു സറാ, അവന് സന്തോഷകരമായ അവസ്ഥയാണ് ബാധിക്കുന്നതെങ്കിൽ, ബാധിച്ചു എന്നതുകൊണ്ട് അത് ഖൈറാണെന്നല്ല, അവന്റെ ജീവിതത്തിൽ സന്തോഷമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് അവന് ഖൈറാണ് എന്നല്ല പറഞ്ഞത്. പിന്നെയോ ഇദാ അസാബത്തുഹു സറാ, സന്തോഷകരമായ അവസ്ഥ അവന്റെ ജീവിതത്തിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ശക്കറ, ശുക്ർ ചെയ്യുന്നു, ഫക്കാന ഖൈർ, അപ്പൊ അത് ഖൈറായിട്ട് മാറി. ജീവിതത്തിൽ സന്തോഷകരമായ അവസ്ഥ ഇങ്ങനെ ബാധിച്ചു പോയി എന്നതുകൊണ്ട് ഒരു ഗുണവും നമ്മുടെ ജീവിതത്തിൽ വരില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രയാസകരമായ അവസ്ഥ ഉണ്ടായി എന്നതും നമുക്ക് ഖൈറായിട്ട് മാറില്ല. സന്തോഷകരമായ അവസ്ഥ ജീവിതത്തിൽ വന്നാൽ അത് ഖൈറാകൽ എപ്പോഴാണ്? അത് ശക്കറ, ശുക്ർ ചെയ്യുമ്പോഴാണ്. അപ്പോ ഫക്കാന, അതാണ് ഫക്കാന ഖൈറല്ലോ, അപ്പൊ അവന് ഖൈറായി. അല്ലെങ്കിൽ അത് അങ്ങനെ കഴിഞ്ഞു പോയി. നമുക്കല്ലാതെ അവിശ്വാസികളായ ആളുകൾക്ക്, ഈ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളുകളുടെ ജീവിതത്തിൽ സന്തോഷകരമായ അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരിത് അങ്ങനെ കഴിഞ്ഞു പോയി. ചിലപ്പോൾ ഒരു പാർട്ടി നടത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ പോയിട്ടുണ്ടാവും. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശക്കറ, അവൻ ശുക്ർ ചെയ്തു, അപ്പോൾ ഫക്കാന ഖൈറൻ ലഹു. അപ്പൊ നമ്മൾ ആലോചിക്കണം, ജീവിതത്തിൽ ചെറുതും വലുതും ആകട്ടെ, ചെറുതും വലുതുമാകാം. അതൊക്കെ വരുമ്പോൾ ഒരു ശുക്ർ നമ്മുടെ മനസ്സ്, ശുക്ർ പല കോലത്തിലുണ്ട്. പിന്നീട് എങ്ങനെ ശുക്ർ ചെയ്യണം എന്നുള്ളത് ഇൻഷാ അല്ലാഹ് സമയമുള്ള സമയത്തൊക്കെ നമുക്ക് വിശദീകരിക്കാം. ഏതായിരുന്നാലും അതിന്റെ ഏറ്റവും ഇത് ആ ഒരു ബോധമെങ്കിലും, നന്ദിയുടെ ഒരു ചിന്തയെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകുക എന്നുള്ളത്. അപ്പൊ ഫക്കാന ഖൈറൻ ലഹു, അത് അവന് ഖൈറാവും. ഇനിയോ വൈൻ അസാബത്തുഹു വർറ,
സ്വബറ ഫകാന ഖൈറൻ ലഹു. ഇനി ജീവിതത്തിൽ പ്രയാസം തോന്നുന്ന സംഗതികൾ ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. അപ്പൊ ജീവിതത്തിൽ പ്രയാസമുള്ള സംഗതി ഉണ്ടായി എന്നതുകൊണ്ട് ഖൈറാവൂല. പിന്നെയോ സ്വബറ, അവൻ ക്ഷമിക്കുന്നു, ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അത് അവന് ഖൈറായിട്ട് മാറുന്നു. അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ആശങ്കക്ക് വകയില്ല. പ്രയാസമുള്ളതുണ്ടായി, അതുപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ളതുണ്ടായി, ഇതൊക്കെ അവന് ഖൈറായി മാറുക എന്നുള്ളതാണല്ലോ, ഗുണമുള്ളതാകുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഇതൊക്കെ ഗുണമുള്ളതാക്കി മാറ്റുവാനുള്ള അവസരം അവന്റെ ജീവിതത്തിലുണ്ട് വിശ്വാസി എന്നുള്ള നിലക്ക് എന്നാണ്. ഇനി വിധിവിശ്വാസം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതി, നമുക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ വിചാരിച്ചത് ലഭിച്ചു എന്ന് വിചാരിക്കുക, അതിൽ അത്യാഹ്ലാദമൊന്നും ഉണ്ടാകേണ്ടതില്ല. കാരണം നമ്മുടെ ശ്രമങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. ശ്രമം വേണ്ടാന്നൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ കുത്തുബല നമ്മൾ മനസ്സിലാക്കി എന്താണ് വിധിവിശ്വാസം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ആ ശ്രമത്തിന്റെ ഭാഗം ആയിട്ടല്ല മുഴുവനായിട്ടും ലഭിച്ചത്. ഇനി നമ്മൾ ശ്രമിച്ച ഒരു സംഗതി തന്നെ കിട്ടാത്തതും ഉണ്ടാവും, എന്നാലും നിരാശ. അപ്പം ലഭിച്ചതിൽ അതിയായ സന്തോഷം ഉണ്ടാകേണ്ടതില്ല, കിട്ടാതെ പോയതിൽ ആകെ ദുഃഖിച്ച് ജീവിതം തന്നെ വേണ്ട എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കേണ്ടതൊന്നുമില്ല. അത് മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബിൽ അൻ നബ്റഹ. ഇത് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ വിശദീകരിച്ച ഭാഗമാണ്. എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചു, അതൊക്കെ അല്ലെങ്കിൽ എന്ത് ബാധിച്ചാലും ശരി, അതൊക്കെ മുമ്പ് അവിടെ രേഖപ്പെടുത്തി വെച്ചു. അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് ഇന്ന ദാലിക അലല്ലാഹി യസീർ, അത് അല്ലാഹുവിന് എളുപ്പമുള്ള സംഗതിയാവുന്നു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചത് എന്നുള്ള പറഞ്ഞുതരാം. അത് ലിഖൈലാ തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ വല്ല നിരാശപ്പെടണ്ട. അതങ്ങനെ ആ രേഖപ്പെടുത്തി വെച്ചതിന്റെ ഫലമായിട്ട് അങ്ങനെ സംഭവിച്ചതാണ്. അതെന്തുകൊണ്ട് എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു. അത് നമ്മുടെ അള്ളാഹു നമ്മുടെ മൗലയാണ്. അപ്പൊ അത് നമുക്ക് കിട്ടാതിരിക്കലാണ് നല്ലത് എന്നുള്ള നിലക്ക് അള്ളാഹു അങ്ങനെ രേഖപ്പെടുത്തി വെച്ചതാണ്. അതുപോലെ തന്നെ വീണ്ടും അതിന്റെ മറ്റേ വലാ തഫ്റഹു ബിമാ ആതാകും, ഇനി അള്ളാഹു നിങ്ങൾക്ക് നൽകി, നിങ്ങൾ വിചാരിച്ച സംഗതി അതുപോലെ കിട്ടി എന്നതിന്റെ പേരിൽ അത്യാഹ്ലാദം കൊള്ളേണ്ടതുമില്ല. ചെറിയ സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ സന്തോഷത്തിന്റെ ഭാഗമാണ് നമ്മൾ ശുക്ർ ചെയ്ത്. എന്നാൽ ആഹ്ലാദം കണ്ടോ എന്നുള്ള നിലക്ക് അങ്ങനെ കൊള്ളേണ്ടതില്ല. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ഇങ്ങനെ അഹങ്കാരം നടിച്ച് അഹംഭാവം നടിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു ഇതിന്റെ ഇതുകൊണ്ട് കിട്ടിയതാണ്, എന്റെ ശ്രമം കൊണ്ട് കിട്ടി, എന്റെ വിവരം കൊണ്ട് കിട്ടി, എന്റെ ബിരുദ് കൊണ്ട് കിട്ടി എന്നൊക്കെ പറയലില്ലേ. അങ്ങനെയൊന്നും കാണണ്ട. അത് അള്ളാഹുടെ രേഖപ്പെടുത്തി വെച്ചതിന്റെയും ഭാഗമായിട്ട് കിട്ടിയതാകുന്നു എന്നാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകുക, അതിലപ്പുറം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസിനികളായി ജീവിതം നയിക്കണം എന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കിയത്, ശരിയായ രൂപത്തിൽ വിധി വിശ്വാസത്തെ നമ്മൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങൾ, സമറാത്തുകൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ്. അതിലവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, അങ്ങനെ ആ വിധിവിശ്വാസത്തെ ശരിയാവണ്ണം ഉൾക്കൊള്ളുന്ന ആളുകൾ അവർ അള്ളാഹുവിൽ സംതൃപ്തരായിരിക്കും. ഇന്ന് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൗകര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വേണ്ടത്ര പ്രയാസങ്ങളൊന്നുമില്ല. എന്നാലും ഒരു അസംതൃപ്തിയാണ് മനുഷ്യൻ. വേണമല്ലോ, ഒരു മൂത്തു നോക്കിയാൽ ഒരു സുഖം ഉണ്ടാകും. അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെറിയ സംഗതിയുള്ളൂ, വലിയ സംഗതിയൊന്നും ഉണ്ടാവില്ല. അപ്പോ ആ അസംതൃപ്തി ഒന്ന് അള്ളാഹുവിലൂടെ നമുക്ക് നൽകുന്ന രക്ഷിതാവിനുള്ള അസംതൃപ്തി തന്നെയാണ്. എന്നാൽ അള്ളാഹുവിൽ സംതൃപ്തനായിരിക്കും അവൻ ഇത് ശരിയാവണ്ണമാകുമ്പോൾ എന്നാണ്. മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ല, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ എന്ത് മുസീബത്ത് ബാധിച്ചാലും അത് അള്ളാഹുവിന്റെ ഇതിനോട് കൂടിയിട്ടാണ് ഉണ്ടാകുന്നത്, അനുമതിയോട് കൂടിയിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോ വമൻ യുഅ്മിൻ ബില്ലാഹ്
അപ്പൊ ആ ഒരു മുഅ്മിൻ വമൻ യുഅ്മിൻ ബില്ലാഹ് അത് ആ ഒരു ബോധ്യം അവനുണ്ടെങ്കിൽ, അത് അള്ളാഹുവിന്റെ അനുമതിയോട് ഉണ്ടായിട്ടുള്ളതാണ് ഈ മുസീബത്ത് എന്നുള്ളിടത്തേക്ക് അവൻ എത്തും. അതാണ് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു. അവന്റെ ഖൽബിന്, അവന്റെ മനസ്സിന് അവൻ മാർഗദർശനം കൊടുക്കും എന്നാണ്, ഹുദ കൊടുക്കും. അപ്പൊ അവനക്കൊരു വെളിച്ചം കിട്ടും, ആ ബോധ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ ആ ബോധ്യമാണ് നമ്മളെ സംതൃപ്തിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ആ സംതൃപ്തി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ വിശ്വാസം സുദൃഢമാകണം എന്നാണ്. അപ്പോ അങ്ങനെ വരുമ്പോ വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അപ്പൊ അള്ളാഹ് എല്ലാറ്റിനെ പറ്റി അതാരും പഠിപ്പിച്ചു തരണം. അള്ളാഹുവിന്റെ ഒരു സിഫത്തോടെ പഠിപ്പിച്ചു തരാം. എല്ലാറ്റിനെ പറ്റിയിട്ടും അറിയുന്നവനാണ്. നമ്മളോ എല്ലാറ്റിനെ പറ്റി അറിയില്ല. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നമുക്ക് അറിഞ്ഞൂടാ, അള്ളാഹ്ക്ക് അറിയാം. അപ്പൊ അള്ളാഹ്ക്ക് അറിയണോണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബേജാറാകേണ്ടതില്ല, നമുക്ക് ആ ഒരു സംതൃപ്തി ഉണ്ടാകും എന്നാണ്. ഈ ആയത്തിനെ ഏറെ വിശദീകരിച്ച ഭാഗങ്ങളുണ്ട്. നമ്മുടെ സമയം ഇങ്ങനെ പോകുന്നതോട് ഞാൻ സൗകര്യത്തിന് പിന്നീട് പറയാം. ഏതായിരുന്നാലും നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അങ്ങനെ അള്ളാഹുവിൽ സംതൃപ്തി ഉണ്ടാകാൻ നമുക്ക് ഒരു സംതൃപ്തിയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. കാരണം അള്ളാഹു എല്ലാം അറിയുന്നവനായതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് പിന്നെ അറിഞ്ഞു വരുമ്പോത്തിന് അല്ലെ, അറിഞ്ഞു വരുമ്പോഴാണ് പിന്നെ നമുക്ക് ആ തരക്കേടുണ്ടായിരുന്നില്ല, വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ തോന്നലുണ്ടാകും. അപ്പൊ എല്ലാം അറിയുന്നവനായ അള്ളാഹു, നമ്മുടെ മൗലയായ, നമ്മുടെ സംരക്ഷകനായിട്ടുള്ള അള്ളാഹു എടുത്ത ആ ഒരു തീരുമാനത്തിന് ഒരു കുഴപ്പമുണ്ടാകും. ഞാൻ അതിൽ സംതൃപ്തനാകുന്നു എന്നുള്ളിടത്തേക്ക് എത്തി അള്ളാഹുവിൽ സംതൃപ്തിയുള്ളവനായിട്ട് അവൻ തീരുന്നു എന്നാണ്. അപ്പൊ ഇങ്ങനെ വിധിവിശ്വാസം ശരിയാവണ്ണം ഉൾക്കൊണ്ട് അതിന്റെ എല്ലാ ഫലങ്ങളും സമറാത്തുകളും അനുഭവിച്ച് അങ്ങനെ ശരിയായ വിശ്വാസികളായി മരിക്കാൻ, ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. നമ്മുടെ ഉദ്ഹിയ്യത്തിന്റെ കാര്യം അതിന് സമയമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ഓഹരിക്ക് 8,000 രൂപയാണ്. അപ്പോൾ എല്ലാ ആളുകളും, അതിന് കഴിയുന്ന ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുക. കാരണം പിന്നീട് കുറെ കഴിഞ്ഞതിന് ശേഷം എനിക്കും ചേരായിരുന്നു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഇപ്പൊ തന്നെ നമ്മൾ മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടിയാൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് സഹകരിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പല രൂപത്തിലുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ നമ്മെ പോറ്റി വളർത്താൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച ആളുകളാണ്. നാഥ, ഇഹത്തിലും പരത്തിലും നീ അവർക്ക് സൗഖ്യം നൽകണമേ തമ്പുരാനും. ഞങ്ങളെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവേ നീ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാൻ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അൽഹംദുലില്ലാഹ്.